മഴക്കാലമായിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കർക്കിടക മാസത്തിലെ ശരീരമൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പണ്ടത്തെ കാരണവന്മാർ പറയട്ടോ. അപ്പം അങ്ങനെ ഉണ്ടാക്കി വെക്കാൻ വേണ്ടി പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഒരു 2-3 ദിവസം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഒരു ആവശ്യത്തിന് ശർക്കര പാനി കാച്ചിട്ട് മാറ്റി വെക്കുക. ഇനി ഞാനിവിടെ ഓട്ടുപാത്രം ആട്ടോ എടുത്തത്. ഏറ്റവും നല്ലത് ഇങ്ങനത്തെ റെസിപ്പിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓട്ടുപാത്രമാണ്. ഞാൻ ഈ ഒരു പാത്രം മന്നർ ക്രാഫ്റ്റ് നിന്നാട്ടോ വാങ്ങിയിട്ടുള്ളത്. ഒരുപാട് പ്രോഡക്റ്റ് ഓടിൻ്റെതൊക്കെ അവിടെ അവൈലബിൾ ആണ് കേട്ടോ. എന്തായാലും ആ ഒരു പേജ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. ആവശ്യത്തിന് നെയ്യ് ഒഴിച്ച ശേഷം അണ്ടിപ്പരിപ്പ് മുന്തിരിയും അതിൽ കുറച്ച് നേന്ത്രപ്പഴം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് കൂരട്ടെ. ഇനി ഒരു കപ്പ് ഫുള്ളായിട്ട് തേങ്ങയും കൂടി നന്നായിട്ട് മൂപ്പിച്ച ശേഷം അതിലേക്ക് കറുത്ത എള്ളില്ലേ, ഒരു 1/4 കപ്പോളം കറുത്ത എള്ള്, കുറച്ച് കൂടുതലായിട്ട് തന്നെ വേണം കേട്ടോ. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കട്ടോ. ഇനി ഇതിലേക്ക് അവിലാട്ടോ ഇട്ട് കൊടുക്കുന്നത്. അവിലും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൂട്ടി കൊടുക്കട്ടോ. ഒരാഴ്ച വരെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. പണ്ടുള്ള ആൾക്കാർ വരെ കർക്കിടക മാസത്തിലെ ശരീരം നന്നായിട്ട് ശ്രദ്ധിക്കണം എന്നൊക്കെ പറയും, പ്രത്യേകിച്ച് പെണ്ണുങ്ങളും പ്രായപൂർത്തിയായ ആൾക്കാരൊക്കെ. അപ്പം അങ്ങനെ ഉണ്ടാക്കി വെക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഐറ്റമാണ്. ഒരാഴ്ചയൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും. കുറച്ച് ഏലക്കും കൂടി ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ സംഭവം സെറ്റ് കേട്ടോ. എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. കുറച്ച് അവസാനമായിട്ട് കുറച്ച് നെയ്യും കൂടി തൂവിയിട്ട് അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ്. ട്രൈ ചെയ്യുക. മന്നാർ ക്രാഫ്റ്റ് വിസിറ്റ് ചെയ്യുക.